ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം അഭ്യസിക്കുവാൻ കർത്താവ് നൽകുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായിട്ടും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പരിശോധനകളും പ്രലോഭനങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ചു. ശരിക്കും പ്രലോഭനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് കൂടുതൽ പഠിച്ചത്. ഇന്ന് നമ്മളതിൻ്റെ തുടർച്ചയായിട്ട് പഠിക്കുകയാണ്. പ്രലോഭനങ്ങൾക്ക് കാരണമാകുന്നത് ഒരിക്കലും അത് ദൈവം നമ്മളെ പ്രലോഭിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഹേതു അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ദൈവമല്ല എന്ന് കണ്ടു. ടെസ്റ്റ് അഥവാ പരിശോധന അത് ദൈവം കൊണ്ടുവരുന്നു എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. കാരണം അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം തെറ്റ് ചെയ്യാനായിട്ട് ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല. പ്രലോഭനത്തിനകത്ത് തെറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടെ ഉള്ളടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല എന്ന് പറയാൻ കാര്യം അതിനുള്ള കാരണം ദൈവത്തിൽ ഒരിക്കലും തെറ്റ് അല്ലെങ്കിൽ ഈവിൾ അവനിലില്ല, അവനിലെ ഇരുട്ടൊട്ടുമില്ല. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. ആ ഒരു കാര്യം നമ്മൾ കേട്ടേ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുന്നത് ദൈവത്തിൽ നിന്നാണ് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് പ്രലോഭിപ്പിക്കപ്പെടാനുള്ള സാധ്യത നമ്മൾ വായിച്ചു. എന്നാൽ ഓരോരുത്തൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ തന്നെ നമ്മുടെ ഭാഗമുണ്ട്. നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഹം നമ്മളിലുണ്ടാകുമ്പോൾ പിശാച് അവൻ്റെ സജഷൻസ് ആ മോഹത്തിനനുസരിച്ച് നമ്മളിലേക്ക് ഇട്ടു തരുന്നു. നമ്മുടെ മോഹവും പിശാചിൻ്റെ സജഷൻസും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്. ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ മോഹം അല്ലെങ്കിൽ ഈ പ്രലോഭനം ഏതൊക്കെ തലത്തിലേക്ക് കയറി വരുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ ഒടുവിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, നമ്മളുടെ എല്ലാ ഫാക്കൽറ്റീസും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം അതിനപ്പുറത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദമിൻ്റെ പാപത്തിൽ ഉള്ള വീഴ്ചയോടനുബന്ധിച്ച് കറപ്റ്റായി പോയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് കാണണമോ അതല്ല നമ്മളിപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് കേൾക്കണമോ അതല്ല നമ്മൾ കേൾക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് പറയണമോ അതല്ല നമ്മൾ പറയുന്നത്. നമ്മളുടെ ബുദ്ധിയെയും നമ്മളുടെ വിൽ പവറിനെയും നമ്മളുടെ ജീവിതത്തിലെ നമ്മിൽ ഉള്ള എല്ലാ ഫാക്കൽറ്റീസിനെയും ഈ പാപം കറപ്റ്റാക്കി കളഞ്ഞു എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ പ്രലോഭനം നമ്മളിലേക്ക് കടത്താൻ പണ്ടുള്ളതുപോലെ പ്രയാസമില്ല. പിശാചിന് പണ്ട് പ്രലോഭിപ്പിക്കണമെങ്കിൽ പുറത്തുനിന്ന് പ്രലോഭിപ്പിക്കണമായിരുന്നു. കാര്യം നമ്മിൽ മോഹം, അതായത് ജഡമയനായ ഒരു വ്യക്തിയിൽ മാത്രമേ ജഡത്തിൻ്റെ മോഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പാപം ചെയ്തതിലൂടെ മനുഷ്യർ ജഡമയന്മാരായി തീർന്നത് കൊണ്ടാണ് ഇപ്പം ഈസി ആയിട്ട് പിശാചിനെ നമ്മളെ പ്രലോഭിപ്പിക്കാൻ കഴിയുന്ന കാര്യം. വിരിഞ്ഞു നിൽക്കുന്ന മോഹത്തിലേക്ക് അവന് കുറച്ച് സജഷൻസ് ഇട്ടു തന്നാൽ മതി, പെട്ടെന്ന് തന്നെ നമ്മളങ്ങ് ചാടി പിടിച്ചോളും. ഈ മോഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് അവൻ കടത്തി വിടുന്നത് ഏതാണ്ട് നമുക്ക് മനസ്സിലാകാത്ത പോലെയാണ്, അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ടാണ് അവൻ പ്രലോഭനത്തെ നമ്മുടെ അകത്തേക്ക് അയക്കുന്നതെന്ന് കണ്ടു. അതിൽ ഒരു ചൂണ്ടയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ എന്ന് നമ്മൾ ഇന്നലെ, ചൂണ്ട കാണാനായിട്ട് കഴിയത്തില്ല, ചൂണ്ടയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ, അങ്ങനെ ഈ മോഹം നമ്മിലേക്ക് ഇടാനായിട്ട് അവൻ എല്ലാ തലങ്ങളും പ്രയോഗിക്കുന്നു, എല്ലാ തലത്തിലേക്കും. അതിലേറ്റവും പെട്ടെന്ന് നമ്മുടെ മോഹം പ്രതിഫലിക്കുന്നത് നമ്മുടെ സോളിൽ, അല്ലെങ്കിൽ കൺമോഹം നമ്മൾ കണ്ണു തുറന്ന് കാണുന്നാലേ കൺമോഹം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ജഡമോഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളിൽ നിന്ന്, അല്ലെങ്കിൽ റോങ് നോഷൻസിൽ നിന്ന്, തെറ്റായ വികാരങ്ങളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ജഡമോഹം ഉണ്ടാകുന്നത്. പക്ഷേ ജീവനത്തിൻ്റെ പ്രതാപം അതിനും ആഴത്തിലേക്ക് പോകുകയാണ്. അതിൻ്റെ ഇന്നലെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമ്മുടെ ജഡം കറപ്റ്റായതുകൊണ്ട്, നമ്മുടെ സെൽഫ് ഒത്തിരി കറപ്റ്റായതുകൊണ്ട് നമ്മളുടെ ആ ദേഹിയിലേക്ക് പ്രലോഭനത്തെ കടത്തിവിടാൻ ഇറ്റ് ഈസ് ഈസി. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ പിശാച് എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇട്ടു തരുന്നു, ഇല്ലേ? അതിന് ചില്ലറ വളരെ കുറച്ച് മതി. കാര്യം ഈ ദേഹിയിൽ, അല്ലെങ്കിൽ ജീവനത്തിൻ്റെ പ്രതാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് എവിടെയാണ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലല്ല ജീവനത്തിൻ്റെ പ്രതാപം ഉണ്ടാകുന്നത്, നമ്മുടെ കണ്ണുകളിലുമല്ല. പ്രത്യേകത അതിനൊക്കെ ആഴത്തിലുള്ള നമ്മുടെ ദേഹിയിലാണ്, നമ്മുടെ സെൽഫിലാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ദേഹി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, അതിനകത്ത് നമ്മുടെ ഇൻ്റലിജൻസ് ഉണ്ട്, നമ്മുടെ തീരുമാനശക്തിയുണ്ട്, നമ്മുടെ സാമൂഹിക ജീവനം, നമ്മുടെ റിലേഷൻസ് ഉണ്ട്, നമ്മളുടെ മതബോധമുണ്ട്,
ആത്മീയതയും അതുമായിട്ട് നമ്മൾ തിരിച്ചു കാണണം. നമുക്കുള്ള ഒരു റിലീജിയസ് ഫാക്കൽറ്റി ഉണ്ട്, നമ്മുടെ കോൺഷ്യൻസ്, നമ്മുടെ മനസാക്ഷിയുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ സോൾ എന്ന് പറയുന്നത്. അതിലേക്ക് കടത്തിവിടുന്ന പാപങ്ങൾ, പ്രലോഭനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ട 1-2 കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഒന്ന്, അതിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രൈഡാണ്. എന്താണ്? അഹങ്കാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ അത് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയാണ്. ആദ്യം തൊട്ട് ഈ അഹങ്കാരം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണെന്നൊക്കെ നമ്മൾ തന്നെ അങ്ങ് വലുതായി ചിന്തിക്കുമ്പോൾ, നമ്മൾ ആരാണോ, നമ്മൾ ഏതാണ്ടൊക്കെയാണ് നമ്മളങ്ങ് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് എന്തുണ്ടാകും? അഹങ്കാരം ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമ്മളങ്ങ് ചിന്തിച്ചാലും ഉടനെ തന്നെ നമുക്ക് എന്തുണ്ടാകും? അഹങ്കാരം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ലൂസിഫറിൻ്റെ തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാം പാപത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് പറയുന്നത് അഹങ്കാരമാണ്. ലൂസിഫർ എന്ന് പറയുന്ന വാക്ക് ഇപ്പം ഇംഗ്ലീഷ് വാക്കിൽ അല്ലെങ്കിൽ മലയാളം ഭാഷയിൽ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ അരുണോദയപുത്രൻ എന്നുള്ളതാണ് വാസ്തവത്തിൽ ലൂസിഫർ. ഫേർ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ പുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിങ്കൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. നോക്ക്, അരുണോദയപുത്രനായ ശുക്രനിലുണ്ടായ ഏറ്റവും വലിയ പ്രലോഭനം, അല്ലെങ്കിൽ അവൻ അത് തകർന്നു പോകാനുള്ള കാരണം എന്താണ്? അവനുണ്ടായ അഹങ്കാരമാണ്. ഞാൻ അത്യുന്നതിനോട് സമനാകുമെന്ന് അവൻ പറയുന്ന ഒരു സ്റ്റേജിലേക്ക്. എഹെസ്കേലിൻ്റെ പ്രവചനത്തിൽ സോർ പ്രഭുവിനെ കുറിച്ച് പറയുമ്പോൾ 28-ാം അധ്യായത്തിൽ, എഹെസ്കേലിൻ്റെ പ്രവചനം 28-ാം അധ്യായത്തിൽ അവിടെ അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് ഉത്തരം പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചു പോയി, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ, ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ, നീ അറിയാതെ വണ്ണം മറച്ചു വെക്കാവുന്ന ഒരു രഹസ്യവുമില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ച പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു. നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു. നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു, നീ ദൈവഭാവം നടിക്കയാൽ ഞാൻ ജാതികളിന്മേൽ ഉഗ്രന്മാരായ അന്യജാതിക്കാരെ നിന്റെ നേരെ വരുത്തും. അവർ നിന്റെ ജ്ഞാനശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും. അവർ നിന്നെ കുഴിയിൽ ഇറങ്ങുമാറാക്കും. നീ സമുദ്രമധ്യേ നിഹിതന്മാരോടുകൂടെ മരിക്കും. ഇവിടെ എന്താണ്? അഹങ്കാരം അല്ലേ? അതിന് പല കാരണങ്ങളുണ്ട്. എന്തായിരുന്നു ഈ നിഗളത്തിൻ്റെ കാരണം? അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു, രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം ഇല്ലേ? നമുക്കും ഇതുപോലെ നമുക്കുള്ള ചില കാര്യങ്ങളുടെ പേരിലാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? അഹങ്കാരം ഉണ്ടാകുന്നത്, പ്രൈഡ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ പ്രൈഡ് ഉണ്ടാകുന്നത് അത് കൺമോഹം കൊണ്ടുമല്ല, അത് നമ്മുടെ ജഡത്തിലുമല്ല. പ്രത്യേകത എവിടെയാണ്? ആഴത്തിൽ, നമ്മുടെ സോളിലാണ് അല്ലേ? നമ്മുടെ സോൾ. അതുകൊണ്ട് ഉള്ള അപകടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺമോഹമൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ജഡമോഹവും അതിൻ്റെ പ്രവൃത്തി പെട്ടെന്ന് പുറത്തു വരും ഇല്ലേ? ജഡമോഹത്തിൻ്റെയും. പക്ഷേ ഈ സോളിലെ അല്ലെങ്കിൽ നമ്മുടെ ആഴത്തിലുള്ള നമ്മുടെ ഫാക്കൽറ്റിയിലെ തെറ്റുകൾ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കും ഇല്ലേ? എസെക്കിയേൽ 28-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേലിൽ ജ്ഞാനിയാണെന്ന് നീ പറയുന്നുവല്ലോ എന്നാണ്. നീ അറിയാതെ വണ്ണം മറച്ചു വയ്ക്കാൻ രഹസ്യമില്ല. അവൻ ജ്ഞാനിയാണെന്നുള്ള അഹങ്കാരം, സൗന്ദര്യമുണ്ടെന്നുള്ള അഹങ്കാരം. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സമ്പത്ത് വർദ്ധിച്ചതിൻ്റെ അഹങ്കാരം. അടുത്തത് കാണുന്നത് അവൻ്റെ വ്യാപാര ബഹുലത. 16-ാമത്തെ വാക്യത്തിൽ വ്യാപാര ബഹുലത, നിന്റെ വ്യാപാര ബഹുലത നിമിത്തം. ഹി വാസ് എ വെരി ബിസി പേഴ്സൺ, ഭയങ്കര ബിസിയാണ് അല്ലേ? അവൻ്റെ ട്രേഡ് അങ്ങ് വർദ്ധിക്കുകയാണ്. ഇതൊക്കെ എന്തിന് കാരണമായി തീരുമെന്നാണ് പറയുന്നത്? അഹങ്കാരത്തിന് കാരണമായിത്തീരുന്നു. ഇതൊക്കെ പക്ഷെ നമ്മൾ അറിയുന്ന പോലുമില്ല. ഈ നമ്മളൊരു അഹങ്കാരിയാണെന്നുള്ളത് പോലും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അതുകൊണ്ട് ഈ സോളിൻ്റെ തലത്തിൽ, ദേഹിയുടെ തലത്തിലുള്ള പാപങ്ങൾ മറ്റു തലത്തിലുള്ള പാപങ്ങളായിരിക്കും പെട്ടെന്ന് വരുന്നത്. കൺമോഹം പെട്ടെന്നുണ്ടാകുന്ന കാര്യമാണ് ഇല്ലേ? കാണുമ്പം പെട്ടെന്നുള്ള
മോഹം. ജഡമോഹവും ഒരു പരിധിവരെ അത് ഉള്ളിൽ നിന്നാണ്, കൺമോഹം പുറത്തു നിന്നാണ്, ജഡമോഹം ഉള്ളിൽ നിന്നാണ്. പക്ഷേ അതും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എനിക്കൊരു ജഡമോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഈ ദേഹിയിലെ പല തെറ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മൾ അതിനകത്ത് ഭാഗവാക്കാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പാപികളാണെന്നുള്ളൊരു ചിന്ത പോലും നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ദേഹിയുടെ കാര്യത്തെക്കുറിച്ച് ഇത്രയും പറയാനുള്ള കാരണം. ഈ ദേഹിയിൽ ഈ പാപങ്ങൾ വരാനുള്ള കാരണം എന്താണ്? ഈ ദേഹിയെ നിയന്ത്രിക്കുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, വീണ്ടും ജനിച്ച അവസ്ഥയിലല്ലല്ലോ നമ്മൾ വീണ്ടും ജനിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ജനിക്കാത്ത വ്യക്തികളെ നിയന്ത്രിക്കുന്നത് എന്താണ്? അവൻ്റെ അൺറീജനറേറ്റഡ് സെൽഫാണ്. അവൻ്റെ വീണ്ടും ജനിക്കാത്ത അവൻ്റെ സ്വയമാണ് എന്ത് ചെയ്യുന്നത്? അവനെ നയിക്കുന്നത്, അവൻ്റെ ദേഹിയെ നയിക്കുന്നത്. ദേഹിയിലേക്ക് ആജ്ഞ കൊടുക്കുന്നത് ഈ അൺറീജനറേറ്റഡ് സെൽഫ് ആയതുകൊണ്ട് അതിന് ഇതൊന്നും വിഷയമല്ല. കാര്യം അത് അങ്ങനെയാണ് കാര്യം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാചകമുണ്ട്. ഈ ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്നത് കണ്ണുകളിലും ജഡത്തിലും ഉള്ളതിനേക്കാൾ ആഴത്തിലുണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ ഫോളൻ നേച്ചർ, ആ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അങ്ങൊത്തിരി രൂഢമൂലമാണ്. ക്യാരക്ടർ നമുക്ക് പെട്ടെന്നൊന്നും മാറ്റിക്കളയാൻ കഴിയില്ല. സാധാരണ ആൾക്കാർ പറയുന്നൊരു ഇതുണ്ട്, ഇഫ് യു സോ എ തോട്ട് യു വിൽ റീപ്പ് എ ഡീഡ്, ഇഫ് യു സോ എ ഡീഡ് യു വിൽ റീപ്പ് എ ഹാബിറ്റ്, ഇഫ് യു സോ എ ഹാബിറ്റ് യു വിൽ റീപ്പ് എ ക്യാരക്ടർ. നിങ്ങൾ ഒരു ചിന്ത വിതച്ചാൽ അതിൽ നിന്ന് നിങ്ങൾ കൊയ്യുന്നത് ഒരു പ്രവൃത്തി ആയിരിക്കും. ഒരു പ്രവൃത്തി വിതച്ചാൽ അതിൽ നിന്ന് നിങ്ങൾ ഒരു ശീലം കൊയ്യും. ശീലം വിതച്ചാൽ എവിടെ എന്ത് കൊയ്യും? ഒരു സ്വഭാവം, ഒരു ക്യാരക്ടർ കൊയ്യും. അപ്പോൾ ചിന്ത പെട്ടെന്ന് മാറ്റാൻ പറ്റും, എന്നാൽ പ്രവൃത്തി അത്രയും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ചിന്ത നമുക്ക് ഒരു മനുഷ്യൻ പോലും അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിന്തകളെ മാറ്റിക്കളയാൻ പറ്റും. പക്ഷേ പ്രവൃത്തി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഒരുത്തനെ എറിയണമെന്ന് എനിക്ക് തോന്നി, എറിയണമെന്ന് തോന്നിയതേ ഉള്ളെങ്കിൽ എറിയണ്ടെന്നും എനിക്കങ്ങ് തോന്നാം. എറിയണമെന്ന് തോന്നിയതും മനുഷ്യൻ അറിഞ്ഞില്ല, എറിയണ്ടെന്ന് തീരുമാനിച്ചതും മനുഷ്യൻ അറിഞ്ഞില്ല. പക്ഷേ എറിഞ്ഞു കഴിഞ്ഞാലോ, കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാറ്റാൻ പറ്റുമോ? ചിലപ്പോൾ ആളുകൾ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, ഇല്ലേ? അങ്ങനെ ചിന്തിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കല്ല് ദേഹത്ത് കൊണ്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ, ഇല്ലേ? ഇനി അതൊരു ശീലമായാലോ, കാണുന്നവരെയൊക്കെ കല്ലെറിയുന്ന ഒരു ശീലമുണ്ടായാലോ? ഒരു പ്രവൃത്തിയാണെങ്കിൽ ഒരാളെ കൊണ്ടങ്ങ് തീർക്കാം, പക്ഷെ ശീലമായി കഴിഞ്ഞാലോ പിന്നെ മാറ്റാൻ ഈസിയാണോ? അല്ല. ശീലം ഒരു ക്യാരക്ടറായാലോ? കല്ലെറിയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, എന്തുമായിക്കോട്ടെ. അപ്പോൾ ചിന്ത എന്ന് പറയുന്നത് പ്രവൃത്തിയെയും, പ്രവൃത്തി ശീലത്തെയും, ശീലം ക്യാരക്ടറിനെയും ഉണ്ടാക്കുന്നുവെങ്കിൽ ഈ ദേഹിയിൽ ഈ ചിന്തയോ പ്രവൃത്തിയോ കൺമോഹമോ ജലമോഹമോ ഒന്നുമല്ല, അതിനപ്പുറത്ത് എന്ത് കിടക്കുകയാണ്? ക്യാരക്ടർ കിടക്കുകയാണ്. ആ ക്യാരക്ടറിനെ മാറ്റണമെങ്കിൽ അൺറീജനറേറ്റഡ് സെൽഫ് നയിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് വീണ്ടും ജനിക്കാത്ത പ്രാകൃത സ്വയം, പ്രാകൃത സ്വത്വം, എൻ്റെ പ്രാകൃത മനുഷ്യനാണ് എൻ്റെ ദേഹിയെ നയിക്കുന്നതെങ്കിൽ ഞാൻ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് വെച്ചുകൊണ്ടാണ്. അതെല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളെയും അങ്ങ് ഏറ്റെടുക്കുകയാണ്. കാര്യം ക്യാരക്ടർ അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണ്ടി വരും? ഒരു റീജനറേറ്റഡ്, വീണ്ടും ജനിക്കുന്ന ഒരു പുതു സൃഷ്ടിക്ക് മാത്രമേ ഈ ദേഹിയിലെ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ റീജനറേഷൻ അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടാകുന്ന പ്രത്യേകത എന്നറിയാമോ? പിന്നെ നമ്മളുടെ ക്യാരക്ടർ തന്നെ അങ്ങ് മാറുകയാണ്. ഒരു ദിവസം കൊണ്ടായിരിക്കില്ല, പക്ഷേ നമ്മുടെ ചിന്ത മാറി, നമ്മുടെ പ്രവൃത്തി മാറി, നമ്മുടെ ശീലം മാറി, നമ്മുടെ ക്യാരക്ടർ മാറി. അപ്പോൾ ആ റീജനറേറ്റഡ് ക്യാരക്ടർ ഉണ്ടാകുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഈ അഹങ്കാരവും ഈ എൻവിയും അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ ജലസിയും അസൂയയും പകയും പിണക്കവും ആഴത്തിൽ കിടക്കുന്നതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അത് മാറ്റിയെടുക്കണം.